ഈ ഒരു സാധനം ആദ്യമായിട്ട് കാണുന്നതും കഴിക്കുന്നതും ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. ഇതങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ച ഒരു സാധനമാണ് കേട്ടോ അത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളുടെ കഞ്ഞി വെക്കുന്ന പൊടിയേരി ഉണ്ടല്ലോ, അതും കുറച്ച് ഉലുവയും കൂടി ഒരു 5-6 മണിക്കൂർ ഒന്ന് കുതിർത്തി എടുക്കണേ. അതിലോട്ട് ഒരു കപ്പ് തേങ്ങയും ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള കൂന്തളുടെ മുടിയും പെരിഞ്ചീരവും കറുകാപ്പട്ടയും കൂടെ പൊടിച്ചതും ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. പാത്രത്തിന്റെ സൈസ് കുറച്ച് ചെറുതായോ എന്നൊരു സംശയം, അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലോണം ഇതിനോട് വല്ല ദേഷ്യമുള്ളത് പോലെ കുഴച്ചെടുക്കണേ. ഇനി കൂന്തലിനെ നമ്മൾ ഇതേപോലെയാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ ഫില്ലിങ്സ് ഈ കൂന്തലിന്റെ ഉള്ളിലോട്ട് നിറച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ വേണം നിറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിരലുകൊണ്ട് കുത്തി കുത്തിയിട്ട് നിറച്ചു കൊടുത്താലാണ് എല്ലാ ഭാഗത്തോട്ടും ഈ ഫില്ലിങ്സ് എത്തുള്ളൂ. ഫില്ലിങ്സ് ഇതിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നിറക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കൂന്തൽ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാതും നമ്മളിവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി സൂചി നൂലും വെച്ചിട്ട് നമ്മൾ നോർമലി തുന്നുന്ന പോലെ ഇതൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. എല്ലാ കൂന്തലിനും ഇതുപോലെ ഒന്ന് തുന്നിയെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ നിറച്ച് വെച്ചിട്ടുള്ള കൂന്തലിനെ അതിലോട്ട് തട്ടി കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മളുടെ സാധനം ഇവിടെ റെഡി ആയിട്ടോ. ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് ട്രൈ നോക്കിക്കോളിട്ടോ. അപ്പൊ മുന്നേ ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇതുപോലത്തെ റെസിപ്പീസിന് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളിട്ടാ.